ഇൻ്റർനെറ്റ് ഉപയോഗത്തിനായി നമ്മൾ പലരും പല ഡാറ്റ പാക്കേജ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. 1.5 GB പെർ ഡേ അല്ലെങ്കിൽ 2 GB പെർ ഡേ എന്ന നിരക്കിലായിരിക്കും ഓരോരുത്തരും ഓരോ ഡാറ്റ പാക്കേജ് എടുത്തിട്ടുണ്ടാവുക. പക്ഷേ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് ഉപയോഗിച്ച ഡാറ്റ, അതായത് ഇന്ന് നമ്മൾ ഉപയോഗിച്ച് ബാക്കിയുള്ള ഡാറ്റ നമുക്ക് നാളെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ തട്ടിപ്പിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയുക. ടെലികോം കമ്പനിക്കാർ കുറേ നാളുകളായിട്ട് ജനങ്ങളെ പല രീതിയിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരുടെ തട്ടിപ്പുകൾ, ചതികൾ ഓരോന്നായി പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ആം ആദ്മിയുടെ യുവ MP രാഘവ് ചദ്ദ. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് പലതരത്തിലും ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഈ രാഘവ് ചദ്ദ ലോക്സഭയിൽ ഉന്നയിച്ച ഈ ടെലികോം കമ്പനിക്കാരുടെ തട്ടിപ്പുകളെക്കുറിച്ചുള്ള പല വിഷയങ്ങളും കണ്ടിട്ടുണ്ടാവും. അപ്പം ഇന്നും ഇതുപോലെ ഒരു സംഭവം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതാണ് ഈ ഡാറ്റ യൂസേജിനെ പറ്റിയിട്ടുള്ള ഈ ചതി. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ഉപയോക്താവ് തൻ്റെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുമ്പോൾ അയാൾക്ക് തൻ്റെ റീചാർജ് പ്ലാൻ അനുസരിച്ച് പ്രതിദിനം 1.5 GB, 2 GB അല്ലെങ്കിൽ 3 GB എന്നിങ്ങനെ ഡാറ്റാ പരിധി ലഭിക്കുന്നു. എന്നാൽ ഈ പ്രതിദിന ഡാറ്റാ പരിധി രാത്രി 12 മണിക്ക് അവസാനിക്കുന്നു. ദിവസം തീരുന്നതോടെ ഉപയോഗിക്കാത്ത ഈ ഡാറ്റ റദ്ദാക്കപ്പെടുന്നു. അത് അടുത്ത ദിവസത്തേക്ക് മാറ്റാനോ ഉപയോഗിക്കാനോ കഴിയില്ല. ഉപഭോക്താവിൽ നിന്ന് മുഴുവൻ ഡാറ്റയ്ക്കുമുള്ള പണം ഈടാക്കുന്നുണ്ടെങ്കിലും ഉപയോഗിക്കാത്ത ഈ ബാക്കി ഡാറ്റ ദിവസം കഴിയുന്നതോടെ കാലഹരണപ്പെടുന്നു. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു മാസത്തേക്ക് ഒരു പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിക്കുകയാണ്. അതായത് നമ്മളൊരു 20 ലിറ്റർ പെട്രോൾ അടിക്കുന്നു ഒരു മാസത്തേക്ക്. പക്ഷേ നമ്മൾ ആ ഒരു മാസം 15 ലിറ്റർ പെട്രോൾ ഉപയോഗിച്ചുള്ളൂ. ബാക്കി 5 ലിറ്റർ ബാക്കിയുണ്ട്. അപ്പോൾ ആ മാസം കഴിയുന്നതോടെ നമ്മൾ ബാക്കി 5 ലിറ്റർ പെട്രോൾ പമ്പുകാരൻ വന്ന് ചോദിക്കുമോ? അപ്പം നമ്മളതൊക്കെ കൊടുക്കണോ? വേണ്ടല്ലോ. കാരണം എന്താ, ആ 20 ലിറ്റർ പെട്രോളിനുള്ള പൈസ നമ്മൾ അടച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമ്മൾ എത്ര GB ഡാറ്റയ്ക്കാണോ പൈസ അടച്ചിട്ടുള്ളത് അത്രയും GB ഡാറ്റ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. അല്ലാതെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്നേ ദിവസം രാത്രി 12 മണിയാവുമ്പോൾ ഉപയോഗിക്കാത്ത ഡാറ്റ കാലഹരണപ്പെടാൻ പാടില്ല. കാരണം ഓരോരുത്തരും അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ടാണ് റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ടെലികോം കമ്പനി എന്താ പറയുക, ഈ തട്ടിപ്പിലൂടെ വൻ ലാഭമാണ് കൊയ്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഏത് കമ്പനി നോക്കിയാലും, ഏത് ടെലികോം കമ്പനി നോക്കിയാലും ഈ ഒരു ഡാറ്റ റീചാർജ് പ്ലാൻ എന്ന് പറയുന്നത് ഡെയിലി ബേസിലുള്ളതാണ്. അതായത് 1.5 GB പെർ ഡേ അല്ലെങ്കിൽ 2 GB പെർ ഡേ. അതായത് ഒരു ദിവസത്തെ കണക്കാണ് അവർ പറയുന്നത്, അല്ലാതെ ഒരു മാസത്തെ കണക്കല്ല. കാരണം ഒരു മാസത്തെ കണക്ക് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഉപയോഗിക്കാം. ഒരു മാസം നമുക്ക് ഇന്ന് കുറച്ച് ഉപയോഗിച്ചാൽ നാളെ അതിൽ കൂടുതൽ ഉപയോഗിച്ചിട്ട് നമുക്കത് ഇതാക്കാൻ പറ്റും. അപ്പം ഇവിടെ എല്ലാ സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഡെയിലി ബേസിലാണ്. കാരണം ഇപ്പോൾ ഇന്ന് നമുക്ക് പനിയോ എന്തോ ആയി, അപ്പം നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഇന്ന് രാത്രി 12 മണിക്ക് റദ്ദാക്കപ്പെടും. അപ്പോൾ അത്രയും നമുക്ക് നഷ്ടം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിനൊരു മാറ്റം വരണം. അങ്ങനെ ഉപഭോക്താവിന് നഷ്ടം വരാത്ത രീതിയിൽ 3 തരത്തിലുള്ള ഉപയോഗമാണ്, ഡാറ്റ യൂസേജാണ് അദ്ദേഹം സഭയിൽ അവതരിപ്പിച്ചത്. അതിലാദ്യത്തേത് ഡാറ്റ ക്യാരി ഫോർവേഡ്, അതായത് ഡാറ്റ റോൾ ഓവർ സൗകര്യം എല്ലാ ഉപഭോക്താക്കൾക്കും നൽകണം. ദിവസാവസാനം നിങ്ങളുടെ എത്ര GB ഡാറ്റ ബാക്കിയുണ്ടോ അത് അടുത്ത ദിവസത്തെ ഡാറ്റ പാക്കിനൊപ്പം ചേർക്കണം. കാലാവധി പറഞ്ഞ് അത് റദ്ദാക്കരുത്. രണ്ടാമത്തത് റീചാർജ് പ്ലാൻ അഡ്ജസ്റ്റ്മെൻറ്റ്. മാസാവസാനം വലിയ അളവിൽ ഡാറ്റ ബാക്കിയുണ്ടെങ്കിൽ ആ ഡാറ്റയുടെ മൂല്യം അടുത്ത മാസത്തെ റീചാർജ് പ്ലാനിൽ ഡിസ്കൗണ്ട് നൽകാൻ ഉപഭോക്താവിന് അവസരം നൽകണം. വൈദ്യുതി ഉപയോഗിക്കുന്ന യൂണിറ്റിന് മാത്രം പണം നൽകുന്നത് പോലെ എത്ര GB ഡാറ്റ ഉപയോഗിക്കുന്നുവോ അതിന് മാത്രം പണം ഈടാക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു 25 രൂപയ്ക്ക് ഈ മാസം റീചാർജ് ചെയ്തു ഡാറ്റ യൂസേജിന് വേണ്ടി. പക്ഷേ നമ്മൾ 20 രൂപയുടെ ഡാറ്റ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 5 രൂപയുടെ ഡാറ്റ നമ്മൾ ഉപയോഗിക്കാതെ ഉണ്ടെങ്കിൽ അടുത്ത മാസം നമ്മൾ റീചാർജ് ചെയ്യുമ്പം ഈ 5 രൂപ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടണം. അതാണ് ഈ രണ്ടാമത്തെ പരിപാടി എന്ന് പറയുന്നത്. മൂന്നാമത്തതെന്ന് വെച്ചാൽ ഡാറ്റ ട്രാൻസ്ഫർ. ഉപയോഗിക്കാത്ത ഡാറ്റയെ ഒരു ഡിജിറ്റൽ ആസ്തിയായി കണക്കാക്കണം. നമ്മൾ പണം കൈമാറുന്നത് പോലെ ഡാറ്റ കൈമാറ്റം അനുവദിക്കണം. അതായത് എൻ്റെ കയ്യിലിപ്പം 1.5 GB ഡാറ്റ ബാക്കിയുണ്ടെങ്കിൽ അത് എൻ്റെ കുടുംബാംഗങ്ങൾക്ക് കൈമാറാൻ എനിക്ക് കഴിയണം. അപ്പോൾ ടെലികോം കമ്പനികളുടെ ഈ റീചാർജ് ചൂഷണത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള 3 വഴികളാണ് അദ്ദേഹം ഇന്ന് സഭയിൽ അവതരിപ്പിച്ചത്. ഇതിനു മുമ്പും ഇദ്ദേഹം ഈ പല ചൂഷണങ്ങളും തുറന്നു കാണിച്ചിരുന്നു. അതായത് നമ്മളൊരു റീചാർജ് ചെയ്യുമ്പോൾ നമ്മൾ 28 ദിവസത്തേക്കാണ് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരു മാസത്തെ റീചാർജ് അല്ല, 28 ദിവസം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
നമ്മളൊരു വർഷത്തിൽ 12 മാസത്തെ റീചാർജ് ചെയ്യുന്നതിന് പകരം നമ്മളെ കൊണ്ട് ടെലികോം കമ്പനിക്കാർ 13 മാസത്തെ റീചാർജ് ചെയ്യുന്ന ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് ഇദ്ദേഹം ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മളിപ്പോൾ നമ്മുടെ ഫോണിൽ ബാലൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ഔട്ട് ഗോയിങ് കോൾ കട്ടാവും. അത് ഓക്കെ, അത് കട്ടായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഇൻകമിങ് കോളും ടെലികോം കമ്പനിക്കാർ കട്ടാക്കുന്നുണ്ട്. അതായത് ഫോൺ നമ്മുടെ, സിമ്മ് നമ്മുടെ, എല്ലാം നമ്മുടെ തന്നെ, നമ്പർ നമ്മുടെ. പക്ഷെ എന്നിട്ടും നമുക്ക് ഇൻകമിങ് കോൾ കട്ടാക്കാനുള്ള ഈ ഒരു അവസരം ടെലികോം കമ്പനിക്കാർക്ക് കൊടുക്കാൻ പാടില്ല. അത് ശരിയല്ല എന്ന് ഇദ്ദേഹം ഇതിനു മുമ്പ് സഭയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഔട്ട് ഗോയിങ് കോള് കട്ടായിക്കോട്ടെ, പൈസ അടക്കാതിരിക്കുമ്പോൾ ഔട്ട് ഗോയിങ് കോള് കട്ടാക്കാം. പക്ഷേ ഇൻകമിങ് കോള് കട്ടാക്കാനുള്ള അവകാശം ശരിക്കും പറഞ്ഞാൽ ടെലികോം കമ്പനിക്കാർക്കില്ല, അല്ലേ? അതുമാത്രമല്ല, ഇപ്പം നമ്മുടെ എല്ലാം ഡിജിറ്റൽ ഇന്ത്യ ആയിരിക്കുമ്പോൾ നമ്മുടെ ഫോൺ നമ്പറൊക്കെ പല ആധാറുമായിട്ടും പലതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഫോൺ പേ, ഗൂഗിൾ പേ, അങ്ങനെ ബാങ്ക് അക്കൗണ്ട് എല്ലാത്തിലും നമ്മൾ ഈ ഫോൺ നമ്പർ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പം നമ്മൾ റീചാർജ് ചെയ്യാതിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സിമ്മ് കട്ടായി വേറൊരാൾക്ക് കൊടുക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്.